കേരളീയ വിദ്യാർത്ഥി ജീവിതത്തിന്റെ അതിനിർണായകമായ ഒരു ചരിത്ര സന്ധിയിലാണ് ക്യാമ്പസ് ഫ്രണ്ടിന്റെ പിറവി. വിപ്ലവ വായാടികൾ കുരുതികൾ കൊണ്ട് കലാലയങ്ങൾ ചുവപ്പിക്കുകയും ഹിന്ദുത്വ നാസികൾ വംശാഹന്തയുടെ പ്രതിലോമ രാഷ്ട്രീയത്താൽ അരങ്ങ് കീഴടക്കുകയും മതമതേതര സംഘടനകൾ പൈങ്കിളി രാഷ്ട്രീയത്തിൽ അഭിരമിക്കുകയും ചെയ്ത കാലഘട്ടത്തിൽ ക്യാമ്പസ് ഫ്രണ്ട് അതിജീവനത്തിന്റെ പടയൊരുക്കം എന്ന അതീവ പ്രസക്തമായ മുദ്രാവാക്യത്തെ അന്വർത്ഥമാക്കി. സാമൂഹ്യ വിപ്ലവത്തിന്റെ പഠനക്കളരികളാവേണ്ട കലാലയങ്ങളെ രാഷ്ട്രീയതയാൽ നിർഗുണീകരിക്കുകയായിരുന്നു ചിലർ മുന്നോട്ടുവച്ച പരിഹാരക്രിയ. രാഷ്ട്രീയവാദത്തിനു പിന്നിലെ മൂലധന രാഷ്ട്രീയത്തിന്റെ ചതിക്കുഴികളെയും ക്യാമ്പസ് ഫ്രണ്ട് തിരിച്ചറിഞ്ഞു. ക്ഷുഭിത യൗവനത്തിന്റെ നേരും നെഞ്ചൂക്കും സമൂഹമാറ്റത്തിനായി ഭാഷാന്തരം ചെയ്യുകയായിരുന്നു ക്യാമ്പസ് ഫ്രണ്ട്. 2 വർഷമെന്ന നന്നേ ചെറിയ കാലയളവ് കൊണ്ട് കലാലയങ്ങളിലെ സംഘടനാ സമവാക്യങ്ങൾ തിരുത്തിക്കുറിച്ച ക്യാമ്പസ് ഫ്രണ്ടിന്റെ 2ാമത് സംസ്ഥാന സമ്മേളനം 2007 നവംബർ 23 മുതൽ 26 വരെ കോഴിക്കോട് നടന്നു. വിദ്യാർത്ഥികളെയും പൊതുസമൂഹത്തെയും സംബന്ധിക്കുന്ന ഗൗരവതരങ്ങളായ പ്രശ്നങ്ങളിൽ ഇക്കാലയളവിൽ ക്യാമ്പസ് ഫ്രണ്ട് പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി. വിദ്യാഭ്യാസ തൊഴിൽ രംഗങ്ങളിലെ സാവർണ്യത്തിന്റെ പിടിമുറുക്കലുകൾക്കെതിരെ സംവരണാവകാശത്തിനു വേണ്ടിയുള്ള സമരങ്ങൾ, രാഷ്ട്രീയക്കാരുടെ ചോറ്റുപട്ടാളക്കാർക്കെതിരെ ധീരമായ ചെറുത്തുനിൽപ്പുകൾ, എൻട്രൻസ് പോലെയുള്ള പ്രൊഫഷണൽ വിദ്യാഭ്യാസ രംഗത്തെ കൊള്ളരുതായ്മകൾക്കെതിരെയുള്ള ജനകീയ സംവാദങ്ങൾ എന്നിവ ഇവയിൽ സവിശേഷ പരാമർശമർഹിക്കുന്നുണ്ട്. 2007 നവംബർ 23 വെള്ളിയാഴ്ച കോഴിക്കോട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ എഡ്യൂക്കേഷണൽ ഡോക്യുമെന്ററി ഫെസ്റ്റിവൽ സമ്മേളനത്തിനനുബന്ധമായി നടന്നു. വിദ്യാർത്ഥി പ്രശ്നങ്ങളെയും വിദ്യാഭ്യാസ രംഗത്തെയും അധികരിച്ച ഹ്രസ്വചിത്രങ്ങളും ഡോക്യുമെന്ററി സിനിമകളും ഇവിടെ പ്രദർശിപ്പിക്കപ്പെട്ടു.